എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വാഹനമില്ലാത്തവരാരും ഉണ്ടാവില്ല. 99% ആൾക്കാരുടെ അടുത്തും വാഹനം ഉണ്ടാവും. വാഹനം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോലീസ് അല്ലെങ്കിൽ RTO, ഈ രണ്ടിലേതെങ്കിലും ഒരാൾ ഫൈൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല, എന്നാലും ചില ആൾക്കാർക്കൊക്കെ കിട്ടാറുണ്ട്. ഇനി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈൻ എന്താ ചെയ്യുക, നമുക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റുക എന്നുള്ള ഞാൻ ഇന്ന് വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അത് അടയ്ക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമ്മൾ ഈ ചലാൻ ഡിജിറ്റൽ ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഈ ചലാൻ എന്ന് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പരിവാഹൻ ഈ ചലാൻ എന്ന് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. അതിൽ ലിങ്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ ഒരു പേജ് തുറന്നു വരും. അപ്പോൾ ഒന്നില്ലേ ഇങ്ങനെ അടയ്ക്കാം. ഇങ്ങനെ അടയ്ക്കണമെങ്കിൽ അതിനൊരു കാലപരിധിയുണ്ട്. അതായത് ഫൈന് കിട്ടിയിട്ട് അധികം മാസങ്ങൾ വൈകാണ്ട് പെട്ടെന്ന് തന്നെ ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു പരിധി വരെ നമ്മൾ വെബ്സൈറ്റ് കയറിയിട്ട് അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇത് എറണാകുളത്തുള്ള കോടതിയിലേക്ക് അയക്കും. പിന്നെ നമ്മൾ എന്ത് കളിച്ചാലും നമുക്ക് ഈ ചലാൻ്റെ പരിവാഹൻ്റെ ഈ ചലാൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതിലാദ്യം ഈ പരിവാഹൻ ഈ ചലാനിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. അപ്പോൾ നമുക്കിനി മുമ്പോട്ട് പോയി നോക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇതിൽ ചലാൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വണ്ടീൻ്റെ നമ്പർ വെച്ച്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച്, അല്ലെങ്കിൽ ചലാൻ നമ്പർ വെച്ച്. ചലാൻ നമ്പർ എന്ന് വെച്ചാൽ നമുക്കൊരു സ്ലിപ്പ് തരുമല്ലോ, ആ സ്ലിപ്പിൻ്റെ അകത്തൊരു നമ്പർ ഉണ്ടാവും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിൽ പേ ഓൺലൈൻ എന്നുള്ളതിൽ ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നില്ലേ, അതിൽ തൊട്ട് കൊടുത്താൽ മതി. ഇത് തൊട്ട് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരിക. അപ്പോൾ നമ്മളെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അടയ്ക്കണം. പക്ഷേ എൻ്റെ അടുത്ത് ഇതില്ല, എന്തിന് ചലാൻ്റെ സ്ലിപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ വെഹിക്കിൾ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യണം. വെഹിക്കിൾ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ പെൻ കണ്ടോ, ഇവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലേ, പെൻഡിങ്, അങ്ങനെ ചലാനുണ്ട്. അപ്പോൾ സ്റ്റാറ്റസിൽ അവിടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾ പെട്ടെന്ന് അടയ്ക്കുകയാണെങ്കിൽ പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുക, ഓൺലൈൻ പേയ്മെൻറ്റ്. പക്ഷേ ഇത് എന്താ പ്രശ്നം വെച്ചാൽ കോടതിയിലേക്ക് അയച്ചു വയ്ക്കും. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ വണ്ടീൻ്റെ ഡീറ്റെയിൽ, ചലാൻ നമ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അതിൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. ഇത് വിർച്വൽ കോർട്ടിലോട്ട് അയച്ചു പോയിട്ടുണ്ട്. അത് വിർച്വൽ കോർട്ട് എവിടെയാണ്, എറണാകുളത്താണ്. അപ്പോൾ ഫൈൻ 250 ഉറുപ്പികയുള്ളൂ. അതൊരു മീറ്റർ വർക്കിംഗ് അല്ല എന്നുള്ളൊരു ഫൈനാണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് വിളിച്ചാലും ഈ വെബ്സൈറ്റിൽ ഈ ചലാൻ പരിവാഹൻ്റെ വെബ്സൈറ്റ് പോയാൽ നമുക്ക് അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് കാണുന്ന ലിങ്ക് ഉണ്ടല്ലോ, വിസിറ്റ് എന്നുള്ള ഈ ലിങ്ക് അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും നേരെ അങ്ങോട്ട് പോകും. ഞാൻ ലിങ്ക് ഇപ്പോൾ കോപ്പി ചെയ്യാണ്. എന്നിട്ട് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഗോ ടു ആ നമ്പറിൽ ID അടിച്ചു കൊടുത്ത് ലിങ്ക് അടിച്ചു കൊടുത്താൽ അതിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും. പിന്നെ ഈ ചലാൻ്റെ ഞാൻ ഈ നമ്പറും കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് വിർച്വൽ കോർട്ടിൻ്റെ എറണാകുളം കോടതി വകയുള്ള സൈറ്റാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കണ്ടോ, സെറ്റിൽ കേസ് ഓൺലൈൻ വിർച്വൽ കോർട്ട്. അത് നമുക്ക് ആരാ ഫൈൻ അടിച്ചത്, ഇതിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് കേരള പോലീസും ഉണ്ട്, കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആരാ അടിച്ചത് ഫൈൻ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ കേരള പോലീസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല. അല്ലെങ്കിൽ കേരള പോലീസ് അടിച്ച ഫൈൻ അയക്കണം. നമുക്ക് കിട്ടിയത് RTOൻ്റെ ഫൈനാണ്. കണ്ടോ, ഈ നമ്പർ
ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. കാരണം ഇതാരാ അടിച്ച്, ഇത് കേരള പോലീസ് അടിച്ചത്. നമുക്ക് അവിടെയല്ല വേണ്ട, നമുക്ക് വേണ്ടത് നമ്മളടിച്ച ഫൈൻ അടിച്ചത് കേരള ട്രാൻസ്പോർട്ട് RTO ഫൈനാണ്. ഇപ്പോൾ പ്രൊസീജിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ചലാൻ നമ്പറും ഡീറ്റെയിലും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. വണ്ടി നമ്പർ അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ക്യാപ്ചയൊക്കെ അടിച്ചു കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാപ്ച തെറ്റാണ്. കണ്ടോ, ആ ക്യാപ്ച അടിച്ചു നിർത്തുമ്പോൾ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. 250 രൂപ ഫൈനാണ്. എന്താ റീസൺ, മീറ്റർ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ വരും. 3 മാസം മുമ്പാണ് ഫൈന്, 3-5 മാസം മുമ്പ് വന്ന ഫൈനാണ്. അപ്പോൾ ഇതിൽ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഫൈനിപ്പോൾ അടയ്ക്കാൻ തയ്യാറെന്നാണ്. പിന്നെയുള്ള അതിൽ ഓപ്ഷനാണ് നമ്പർ ശരിയില്ല, അത് ശരിയില്ല, ചേസ് നമ്പർ ശരിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്യാൻ പോകുന്നു. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഫീസ് അടയ്ക്കാൻ പോകല്ലേ. അപ്പോൾ എന്നാലും ഐ വിഷ് ടു പേ പ്രപ്പോസ്ഡ് ഫൈൻ എന്നാണ്. അതിലാണ് ക്ലിക്ക് ചെയ്ത്. അതിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ എന്ത് വന്നത് ഫൈന് വന്ന് ഓലെ മൊബൈൽ RC ബുക്കിലുള്ള നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ ആണ് OTP പോവുക. അപ്പം നമ്മൾ സുഹൃത്തുക്കൾ ആരതാണെന്ന് വെച്ചാലും അവരെ മൊബൈൽ നമ്പറിൽ OTP വരും, നമ്മളതിൽ അടിച്ചു കൊടുക്കും. OTP വന്നിട്ടുണ്ട്, വെരിഫൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐ അഗ്രി എന്നുള്ള രണ്ടിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആക്സെപ്റ്റ് ആൻഡ് പേ. ഓക്കെ എന്ന് അടിച്ചു കൊടുത്താൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നെറ്റ് വഴി അടിക്കാം, UPI പേയ്മെൻറ്റ് വഴി അടയ്ക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇത് അടച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കൊരു നമ്പറൊക്കെ വരും. നമ്പർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ചെയ്യാം. കാരണം ഇത് ചിലപ്പം നമ്മൾ ഫൈൻ അടച്ച് കഴിഞ്ഞാലും RCയിൽ നിന്ന് പോകാനും സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് എറണാകുളം ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ ഒരു ഓഫീസുണ്ട്, ഓൺലൈനിലൊക്കെ കിട്ടും. ഏജൻറ്റിനോട് ചോദിച്ചാലൊക്കെ നമ്പർ കിട്ടും. ആ നമ്പറിൽ വിളിച്ചിട്ട് ട്രാഫിക് ഫൈൻ്റെ സൈറ്റിലുണ്ടെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഈ നമ്പർ സേവ് ചെയ്ത് വെക്കണം. അവിടെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ അടച്ച സ്ലിപ്പിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്ത് വേണം ചെയ്യും, ഒരു ആടിന് RC ബുക്കിൽ നിന്ന് മാറ്റും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ RT ഓഫീസിൽ പോകുമ്പോഴാണ് ഒരു പറയുക നിങ്ങളെ ഫൈൻ ഉണ്ട് കിടക്കുന്നുണ്ട്, അടച്ചാന്ന് പറഞ്ഞാൽ ഒരു സംഭവിക്കില്ല. അപ്പോൾ ഇത് ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, ഫോൺ പേ ഉപയോഗിച്ചാണ് അടച്ചത്.
ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൻ്റെ UPIൻ്റെ നോർമൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആപ്പ് പോകണം. എന്നിട്ട് അതിൽ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഇവിടെ പൈസ കയറും. സാധാരണ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇനി എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് ഫൈൻ അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏജൻറ്റ് വഴിയോ അല്ലോ നെറ്റിൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരുന്ന് അടയ്ക്കണം. അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പോകാൻ സമയമില്ലാത്തവരും ബുദ്ധിമുട്ടുള്ളവർക്കും ഫൈൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നിന്ന് അടച്ചു ഒഴിവായിക്കളി. പേയ്മെൻറ്റ് സക്സസ് ആയി. അപ്പോൾ ഇതുപോലൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് വരും. ഈ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. പ്രിൻ്റ് ഓപ്ഷൻ സേവ് ചെയ്തോ പ്രിൻ്റ് എടുത്തൊക്കെ എടുത്ത് വെക്കണം. ഇനി RTO പോകുമ്പോൾ പിന്നെ ഫൈൻ അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.